പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ പ്രഭാതത്തിൽ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകര നിൻ്റെ ശിരസിൽ പതിക്കട്ടെ. നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവേ, നിൻ്റെ രോഗങ്ങൾ, കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ, അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപാസൽത്താര ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ, പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധമായ ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികളെ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയം ഭാരപ്പെടുന്നുണ്ട്. ദൈവത്തിലെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നെന്ന് ഓർക്കുക. കാരണം
നിന്നെ കർത്താവ് ഓർക്കുന്നത് കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഓർക്കുക, നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പിൽ നിന്നോ ദൈവത്തിലെ നീ അകലെ അല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക. കർത്താവെ, നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അതിൽ നെറ്റി വീഴുന്ന രക്തത്തെ ഓർത്തുകൊണ്ട് കുടുംബത്തോട് കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ കുരിശ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിൽ കരുണ തോന്നണമേ. സർവോപരി എൻ്റെ കർത്താവെ, അങ്ങനെ മഹത്വപൂർണ്ണ തിരുവുത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുറപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശീർവദിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ പറയണത് ഇപ്പോൾ ബാങ്കിലും തന്നെ നമുക്ക് ലോൺ എടുക്കണം. ഇപ്പോൾ മാസത്തിൽ എന്തുമാത്രം ആൾക്കാരാണ് വരണത്, ലോൺ കിട്ടുന്നില്ല വെച്ചാൽ എന്താണ്. അപ്പോൾ അവർക്ക് കാനഡയിലോ ന്യൂസിലൊക്കെ പോകാനാണ് വിദ്യാഭ്യാസ ലോണും എന്താ കാര്യം. അവിടെ ചേട്ടൻ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ എൽഡർ സിസ്റ്റർ നേരത്തെ ലോൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ബാങ്കുകാരൻ നോക്കുമ്പോൾ ബാങ്കുകാരനെ സംബന്ധിച്ചിടത്തോളം സിവിൽ പോയിൻറ്റ്സ് കൗണ്ട് ചെയ്യുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ ആ അക്കൗണ്ടിൽ ഇട്ട പണം എപ്പോഴും എടുക്കുന്നവരാണോ. എപ്പോൾ പണം നമ്മൾ ഇട്ടിട്ട് എപ്പോഴും എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് ലോൺ കൊടുക്കത്തില്ല ബാങ്കുകാർ. എന്താ കാര്യം, ഇവർ കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കുക, തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവരാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും വിഡ്രോയിലാണ് കാണുന്നത്. കുറച്ച് പണം വന്നിട്ട് പടപടാന്ന് വിഡ്രോയിൽ വരുന്നുണ്ട്. ഡിപ്പോസിറ്റ് വരുന്നതിനേക്കാൾ വിഡ്രോയിലാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് സിവിൽ പോയിൻറ്റ്സിൻ്റെ ഒരു കാര്യം. എന്താണ്? അതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്നുള്ളതുകൊണ്ട് ലോൺ കിട്ടത്തില്ല. അവർ പറയും സിവിൽ പോയിൻറ്റ്സ് ഇല്ലെന്ന് പറയും. അതിനൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിനൊക്കെ പൈസയൊക്കെ എപ്പോഴും എടുത്തുകൊണ്ടിരുന്ന അതിനൊരു പോയിൻ്റുണ്ട്, മൈനസ് പോയിൻ്റാണത്. അതാണ് സിവിൽ പോയിൻറ്റ്സ്, അത് മൈനസ് പോയിൻ്റാണത്. പിന്നെ ചില ആൾക്കാരെന്ന് വെച്ചാൽ നേരത്തെ ഉള്ള ആൾക്കാർ, നിങ്ങളുടെ ബ്രദേഴ്സൊക്കെ വീട്ടിലുള്ളവർ ലോൺ എടുത്തിട്ട് നടത്തില്ലെങ്കിലും മൈനസ് പോയിൻ്റ് വരും. അപ്പോൾ എല്ലാം കൂടി അടുത്ത ഒരു ലോണിന് പറ്റാതെ വരും. അടുത്ത ഒരു ലോൺ കിട്ടുന്നത് അതിന് അവർ പറയണത് സിവിൽ പോയിൻ്റിലെന്നാണ് പറയണത്. ഇത് തന്നെയാണ് പ്രേയറിൽ വരുന്ന വിഷയങ്ങൾ. ദൈവത്തിൽ നിന്ന് നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റുക, അതിന് നമ്മൾ തിരിച്ചടക്കേണ്ടത് നന്ദിയാണ്. ചില ആൾക്കാർ സാക്ഷ്യം പറയത്തില്ല, അപ്പം നിങ്ങളുടെ സിവിൽ പോയിൻ്റ് പോകും. ഞാനതിൽ എപ്പോഴും സാക്ഷ്യം പറയുമെന്ന് പറയാം. എന്താ കാര്യം? ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് തിരക്കിയില്ലേ. 10 പേരല്ലേ സുഖപ്പെട്ടത്, 9 പേർക്കും തിരിച്ചടവില്ലല്ലോ എന്നല്ലേ പറയണത്. ലുക്ക 17:17. യേശു ചോദിച്ചു 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? 9 പേർ എവിടെ? അവർ തിരിച്ചു വന്ന് നന്ദി പറയാൻ വായിച്ചെന്താ അവർക്ക്? ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അതാണ് സംഭവം. അപ്പം അതാണ് തിരിച്ചടവെന്ന് പറയണത്. നമ്മളൊരു അനുഗ്രഹം കൈപ്പറ്റിയാൽ പിന്നെന്താണ് ചെയ്യേണ്ടത്? അടുത്ത പരിപാടി തന്നെ തിരിച്ചടവ് എന്താണ്? ഓരോ അനുഗ്രഹത്തെ, ഇപ്പോൾ കല്യാണം നടന്നു, നീ പരീക്ഷയെ പാസ്സായി, അതിൻ്റെ പറമ്പ് വിറ്റു, അതിൻ്റെ തിരിച്ചടവ് എന്താണ്? ദൈവത്തെ. അപ്പോൾ ഞാൻ പള്ളിക്കൊണ്ട് നേർച്ചയിട്ട് കുർബാനയിലിരിക്കുന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. കടമയല്ലാത്ത കാര്യങ്ങളാണ്. എന്താണ്? ഈ വിജാതിനൊഴി ആർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹത്വപ്പെടുത്തുന്നതിനാണ് തിരിച്ചടവെന്ന് പറയണത്. നിങ്ങൾക്ക് ചില ആൾക്കാർ കൃപാസനത്തിലേക്ക് വരികയോ വന്ന് എന്തുമാത്രം അനുഗ്രഹം കിട്ടിയാലും അവരൊരിക്കലും സാക്ഷ്യം പറയത്തില്ല. അതാ തിരിച്ചടവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഞാനവരോട് പറയും, പൊതുവായിട്ട് പറയും, നിങ്ങളെ സാക്ഷ്യം പറയാതെ മുങ്ങുന്ന പാർട്ടിയില്ലേ, തിരിച്ചടക്കാതെ മുങ്ങുന്ന, ഇന്ന് നാളെ ഒരു ആവശ്യം വന്നാൽ ഇതിനേക്കാൾ ഗതികെട്ടൊരു ആവശ്യമായിരിക്കും നാളെ വരാൻ പോണത്. പക്ഷേ തിരിച്ചടവില്ലാത്ത കാരണം, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത കാരണം അത് ബ്ലോക്കായി പോകും. ഞാൻ ബിബ്ലിക്കലല്ല സംസാരിക്കണത്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ അറിയുമല്ലോ. ഇപ്പം നിങ്ങളിപ്പോൾ ദൈവത്തേക്ക് അനുഗ്രഹം അടിച്ചു മാറ്റി വെച്ചും നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്യാമത്വം എന്നാണ് പറഞ്ഞിരിക്കണത്. അതാണ് ഇങ്ങനെ ബബ പറയേണ്ടത്. അത് സാക്ഷ്യം പറയാത്ത പരിപാടി അതാണ്. നാട്ടിലും വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും എൻ്റെ പഠനം, എൻ്റെ കഷ്ടപ്പാട്, എനിക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള കഴിവെന്നൊക്കെയാണ് പുറത്ത് തട്ടിവിട്ടിരിക്കുന്നത്. ഇവർ ദൈവത്തിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നന്ദി എന്ന് രഹസ്യമായിട്ട് പറയും. നാട്ടുകാർ പറയും, എൻ്റെ മകൻ എന്തുമാത്രം പഠിച്ചു, അവൻ്റെ കൂടെ ഞാൻ ഉറക്കം ഒളിച്ച് കണ്ണിൽ എണ്ണയെ ഒഴിച്ചിരിക്കുകയായിരുന്നു.
എന്ന് പറയും. അത് അമ്മയും പറയും, മകനും പറയും, മകളും പറയും. അപ്പോൾ ദൈവത്തിനെ പറ്റിക്കും. അങ്ങനെ പിന്നീട് ഇതിനേക്കാൾ ഗതികെട്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒന്നുറങ്ങി നേരം എടുക്കത്തില്ലേ. പരീക്ഷ ജയിച്ച് ജോലി കിട്ടി, ഇനിയിപ്പോൾ കല്യാണം കഴിക്കണ്ടേ. എൻ്റെ ദൈവത്തിലെ നിനക്ക് കല്യാണം കഴിച്ചുകൊണ്ടാണ് മകൻ കഞ്ചാവാണെങ്കിൽ തീർന്നില്ലേ. ഒരിക്കലും നിങ്ങളെ എന്തെങ്കിലും നേടിയെന്നും പറഞ്ഞ് പൊട്ടം കളിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് പോകരുത്. അതാണ് എപ്പോഴും ഓന്തോടിയാ വെയിൽ വരെ ഓടത്തുള്ളൂ. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ള കുടിശ്ശിക ഉണ്ടെങ്കിൽ തിരിച്ചു വന്ന് നിങ്ങളത് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയാണേ. അവർക്കൊന്നും അവരുടെ വീട്, അവിടെ നാട്, ഞാൻ കളക്ടറാണ്, ഞാൻ തഹസിൽദാരാണ്, ഞാൻ അധ്യാപകനാണ്, അയ്യോ ഞാനിങ്ങനെ എന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ കണക്കിൽ അവരെന്ത് വിചാരിക്കരുത്, ഞങ്ങൾക്ക് റോട്ടറി ക്ലബ്ബിലെ മെമ്പറാണ്, ലയൺസ് ക്ലബ്ബിലെ മെമ്പറാണ്, അവിടെ ചെറിയ പറയുന്നത് നീ പ്രാർത്ഥനക്കാരനാണ് എന്നൊക്കെ ചോദിക്കത്തില്ലേ. ആൾക്കാർക്ക് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ദൈവത്തെ തള്ളി പറയും. ദൈവത്തെ മഹത്വപ്പെടുന്ന പോരായ്മയുടെ കരുതും. റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. പ്രൊട്ടക്ഷൻ പോയെന്ന അർത്ഥം. അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും അവരെ വിട്ടുകൊടുത്തെന്നാ പറയണത്. സിംഹങ്ങൾക്ക് ഇട്ടുകൊടുന്ന് പറഞ്ഞിട്ടില്ലേ. അവരുടെ പ്രൊട്ടക്ഷൻ പോയി. ഈ 10 കുട്ടികളെ സുഖപ്പെട്ടിട്ട് ഒരുത്തനല്ലേ തിരിച്ചു വന്നുള്ളത്. ആ 9 എണ്ണത്തിനും പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. ഇനി അവൻ്റെ ചിന്തയ്ക്ക് സംരക്ഷണമില്ല. എന്താണ് പറയണത്? എന്തൊക്കെ വിട്ടുകൊടുത്തിരിക്കണത്? അതൊന്ന് വായിച്ചേ. അധമ വികാരങ്ങൾക്ക്. പിന്നെ എന്താണ്? അനുചിത പ്രവൃത്തി. 2 കാര്യങ്ങൾ വരും. പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ സംരക്ഷണം പോയ 2 കാര്യങ്ങൾ സംഭവിക്കും. എന്താണ്? അധമ വികാരം ഉണ്ടാകും. അധമ വികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സദ്വികാരം ഉണ്ടാകും, സദ്വികാരമില്ലാത്ത മോശം വികാരം ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശരി അത്ര വികാരം, ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ബന്ധു നിൻ്റെ വീട്ടിൽ നീ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചേച്ചി, എൻ്റെ ആൻറ്റി, എൻ്റെ അങ്കിളെ ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടാ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ കഴിക്കരുത്, നിങ്ങളുടെ വീടാണ്. ഞാൻ ഇപ്പോൾ വന്നിട്ട് കൂടെ ഞാൻ പണ്ട് വന്നതല്ലേ, ഇപ്പോൾ ഞാൻ 10-15 കൊല്ലം ഇവിടെ ഈ പ്രദേശത്ത് വന്നിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാം മാറിപ്പോയി, ഞാൻ നിങ്ങളുടെ വീടാണ് പിന്നെ അപ്പുറത്തെ വീട്ടിൽ കയറിയത്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ 2 നില 3 നിലയുള്ള വീട് നോക്കി കയറിയതാണല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട് കൊച്ചാണേ എന്ന് ഇവർ വെറുതെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും ആ വിരുന്നുകാരൻ പോയി കഴിഞ്ഞിട്ട് ഇവർ ഭാര്യയും ഭർത്താവും പറയും ഇത് പൊളിച്ചു പണിയാൻ പറയും. അതാണ് അർത്ഥം വികാരം. അതിന് പോയി ലോൺ എടുക്കും 50 ലക്ഷത്തിൻ്റെ. അതിൻ്റെ ഇൻട്രസ്റ്റ് ഇവൻ്റെ പണി തീരാൻ പോയി. പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ അർത്ഥം വികാരം വരും. അനുചിതമായിട്ടുള്ള അത് ഉചിതമല്ലല്ലോ. അത് അകപ്പെട്ടൊരു ഒരു വീടല്ലേ ഉള്ളൂ, ഒരു മകനേ ഉള്ള ആ വീട്ടിലെ മുറി 8 ഉണ്ട് താഴെ മുകളിലുമായിട്ട്, ഒരു മകന് 8 മുറി. അനുചിതമല്ലേ? അത് വായിച്ചേ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും അസൂയ, മത്സരം പോലെ അനുചിത പ്രവൃത്തി, ഉചിതമല്ലാത്ത പ്രവൃത്തി. എന്താണ്? അവർക്ക് സ്നേഹം പോയി കഴിഞ്ഞാൽ, ദൈവസ്നേഹം പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അനുചിത പ്രവൃത്തികൾ വരും. 15 സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. അനുചിത പ്രവൃത്തി വരുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? സ്നേഹം പോയി ഇവർക്ക്. ഇവരിപ്പോൾ ഒരു മകനുണ്ട് അവിടെ, അവന് ആസ്ട്രേലിയയിലാണ് മറ്റാണ് പഠിക്കണത്. അവൻ അവിടെ കല്യാണം കഴിച്ച് അവിടെ വീട് സ്ഥലം മേടിക്കാൻ പോവുകയാണ്. ഈ അപ്പനും അമ്മയുടെ കാര്യം കണ്ടത് തീരാൻ കണക്കായി. ഇപ്പം എന്താണ്? എന്നിട്ട് ഇവരിവിടെ 8 നിലയുള്ള 8 മുറിയുള്ള വീട് ഇവിടെ വെച്ചിരിക്കുകയാണ് താഴെ മുകളിലുമായിട്ട്. ഈ വീട് ഇവരുടെ കാലത്തേക്ക് ആരാണ് അവരിങ്ങോട്ട് വരത്തില്ല. അനുചിത പ്രവൃത്തികൾ. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ സ്വയം മഹത്വം ഉണ്ടാകും. ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും? സ്വയം മഹത്വം ഉണ്ടാകും. അപ്പം മറ്റുള്ള മുമ്പിൽ ആളെങ്ങനെ കളിക്കാമെന്നത് നോക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രൊട്ടക്ഷൻ പോകും, സംരക്ഷണം പോകും. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ അനുചിത പ്രവൃത്തികളുണ്ടാകും. പിന്നെ എന്താണ്? അധമ വികാരം ഉണ്ടാകും. എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ പോകും, തെറ്റായ തീരുമാനങ്ങൾ വരും. നിങ്ങൾ ശരി എന്നാൽ നമുക്കൊരു കൂട്ട് കമ്പനി തുടങ്ങാം, ബിസിനസ് തുടങ്ങാം. അവസാനം ഇങ്ങനെ ഏജൻറ്റ് പറ്റിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ എൻ്റെ അടുത്ത് വരും. അവൻ കൊണ്ടുപോയി വെച്ചാൽ ഈ 50 ലക്ഷം രൂപ അവൻ കൊണ്ടുപോയി പറയും. എന്നെടുത്ത തീരുമാനമാണിത്. ഏതോ കാലത്ത് ദൈവത്തെ പറ്റിച്ചെന്ന് എടുത്ത തീരുമാനമാണിത്. ദൈവത്തോട് ഇത് ചോദിക്കാൻ എടുത്ത തീരുമാനമാണ്. അതാണ് റോമ 1:28 ഭയങ്കര വചനമാണ്. അത് ആ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ സംരക്ഷണം പോകും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഭയങ്കരമാണ്. 91:14 പറഞ്ഞത്, നീ എന്നോട് ഒട്ടി നിന്നാൽ
ഞാൻ നിന്നെ രക്ഷിക്കും. സങ്കീർത്തനം 91:14 അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി അതാണ് കണ്ട അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവനെ സംരക്ഷിക്കും. അപ്പം നമുക്ക് ദൈവ സംരക്ഷണം ആത്മവികാരങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അനുചിത പ്രവർത്തികൾക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, കടങ്ങൾ കയറി മുടിയാതിരിക്കാൻ വേണ്ടി എന്താ വേണ്ടത്? സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം, ദൈവത്തോട് നന്ദിയിൽ ഒട്ടി നിൽക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. അതാണ് മഹത്വം എന്ന് പറയുന്നത്. അത് വാക്കിൽ കൊടുക്കാം, പ്രവൃത്തി കൊടുക്കാം. അതാണ് ഈ ഉടമ്പടി കസറണേൻ്റെ കാര്യം. അതാണ് അതിൻ്റെ അകത്ത് ഇതെല്ലാം കണ്ടൻറ് വൈസ് എല്ലാം കംപ്ലീറ്റ് ആൻഡ് റിച്ച് ആൻഡ് കംപ്ലീറ്റ് ആണ് സംഭവം. അപ്പം അതുകൊണ്ട് ഈ വചനങ്ങളുടെ നേരെ വഴികൾ വന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നിട്ട് എന്തിനാണ്? സംരക്ഷണം പുനഃസ്ഥാപിക്കുക. ഇനി നമ്മൾ മത്തായി സുവിശേഷം 5:47-48 ചേർത്ത് വായിക്കുകയാണ്. 47 എന്താ പറയണത്? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് ചെയ്യണത്? ഇപ്പോൾ സഹോദരങ്ങളെ, ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവരൊക്കെ സഹായിച്ചത് വിശേഷവിധിയല്ല, അത് അക്സെപ്റ്റബിൾ അല്ല, അത് നമ്മുടെ കടമയാണ്. മനസ്സിലായില്ലേ? അത് കടമയാണ്, അത് ഉടമ്പടിയുടെ ഭാഗമല്ല. അത് നിങ്ങൾ അവിടേക്ക് ഒന്ന് ഡ്രോ ചെയ്തതാണ്. നിങ്ങൾ ഇന്ന് വരെ വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഇതുപോലെ സഹായിച്ചും ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊക്കെ സംരക്ഷിച്ചിട്ട് സന്ധിച്ചിട്ടുമാണ് എത്തിയിരിക്കുന്നത്. അവരെ തിരിച്ച് സഹായിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ടുള്ള ജസ്റ്റിസിൻ്റെ ഭാഗമാണ്. അതൊന്നും നിങ്ങളെ പൂർണ്ണമാക്കത്തില്ല. അതാണ് ഈശോ പറയണത്. അതായത് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ വിശേഷവിധിയായി എന്താണ് ചെയ്യുന്നത്? വിജാതീയരും, അതായത് യേശുവിനെ അറിയാത്തവരും അങ്ങനെ ചെയ്യുന്നില്ലേ? 48 അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ഏറ്റുപറഞ്ഞ് അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവേ. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നേ, ദൈവത്തെ പോലെ പരിപൂർണ്ണമാക്കാൻ നമുക്ക് പറ്റുമോ? ഇത് എന്നാ വചനമെന്ന് ചോദിക്കും. ദൈവം ആര്, നമ്മളാര്? പക്ഷെ ഇപ്പം എന്താ ഈശോ പറയണത്? അതായത് നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ കവിഞ്ഞ് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ദൈവത്തെ പോലെ പരിപൂർണമാകും. അതാണ് ഉടമ്പടി നിങ്ങളെ പരിപൂർണമാക്കുമെന്ന് പറയാൻ കാരണം. നമ്മൾക്ക് സ്വാഭാവികമായ ഉത്തരവാദിത്തമില്ലേ? സ്വാഭാവികമായ ഉത്തരവാദിത്തം കവിഞ്ഞ് എന്ത് ചെയ്താലും എന്ത് പറ്റും? നമ്മളെ പരിപൂർണനാക്കും. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാര്യം ഇത് ഉടമ്പടി മാത്രമേ അങ്ങനെ ഒരു പ്രെയർ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മനുഷ്യനെ പരിപൂർണനാക്കാൻ വേണ്ടി ഇന്ന് സഭയിൽ നൊവേന കൂടിയാൽ നൊവേന അങ്ങനെ ഡിമാൻഡ്സ് ഒന്നും ഇല്ലല്ലേ. നമ്മൾ അങ്ങോട്ട് പറയണമല്ലാതെ കുറേ അപേക്ഷക്കത്ത് എഴുതി പെട്ടിയിലേക്ക് ഡംപ് ചെയ്യാവുന്നല്ലാതെ വേറെ ഒന്നുമില്ല. അയാൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ചൊവ്വാഴ്ച തന്നെ കാണാം. അതാണ് വിഷയം എന്നത്. അങ്ങനെ ഒരു പ്രയറും ഇല്ല. നമ്മളെ പരിപൂർണനാക്കാൻ പറ്റുന്ന ഏത് പ്രയറുണ്ടേ? കുർബാനയെ നമ്മൾ പ്രയറായിട്ട് എടുക്കണില്ല. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ്. അതിവിടെ മറിച്ച് മറ്റുള്ള പ്രയർ ഫോമിൽ മനുഷ്യനെ പൂർണ്ണനാക്കാൻ എന്തുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയേ ഉള്ളൂ. കാര്യം ഉടമ്പടി മാത്രമേ വിശേഷവിധിയായി ചെയ്യാൻ പറയുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന പത്രം എന്ന് പറഞ്ഞത് എല്ലാവർക്കും കൊടുക്കണമല്ലേ? അതുപോലെ നിങ്ങൾ രോഗികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, രോഗികൾക്ക് കൊടുക്കുന്ന വസ്ത്രം, രോഗികൾ ആരാണ്? ഗവൺമെൻറ് ആശുപത്രി നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ബന്ധുക്കളാണ് അവിടെ കിടക്കണത് അല്ല. അപ്പോൾ അതാണ് ചെയ്യുന്നത്. വിശേഷവിധിയായി ചെയ്യുമ്പോഴേ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നമ്മൾ സ്നേഹത്തിൽ പരിപൂർണരായിരിക്കുകയാണ്. എപ്പോഴും ഈശോ അവസാനം വരെ ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ് അധികമായിട്ട് എന്താണ് ചെയ്യണത്. നിങ്ങളന്ന് അധികമായിട്ട് എന്താ ചെയ്യണത്? അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം ഇങ്ങനെ നോർമലായിട്ട് മിനിമം ആയിട്ടല്ല ചെയ്തു പോകണത്. ദൈവിക കാര്യങ്ങളെ മിനിമം ആയിട്ടല്ല ചെയ്തു പോകണത്. ഇപ്പോൾ നേർച്ചപ്പെട്ടിക്ക് നമ്മൾ ആ ദുഃഖവെള്ളിയാഴ്ചത്തെ നേർച്ചപ്പെട്ടികളില്ലേ? ഇപ്പോൾ നമ്മൾ ദുഃഖവെള്ളിയാഴ്ചത്തെ ഞങ്ങൾ പിരിവ് നമ്മൾ കുരിശും കുത്തി കഴിഞ്ഞിട്ട് ആൾക്കാർ നേർച്ച ഇടത്തില്ലേ? കുരിശും കുത്തി കഴിഞ്ഞിട്ട് നേർച്ച ഇടത്തില്ലേ? അപ്പോൾ നേർച്ച ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തിനാണ്? വിശുദ്ധ നാടുകൾ, കർത്താവിൻ്റെ ഗെത്സമൻ തോട്ടം, അതുപോലെ തന്നെ ബെത്ലഹേം, കർത്താവ് പിറന്ന സ്ഥലം, അതുപോലെ തന്നെ കാൽവരി ഇല്ല, കാൽവരി കാത്തലിക്സിൻ്റെ കയ്യിലല്ല, ആ കാത്തലിക്സിൻ്റെ കയ്യിലുള്ള കാനായിലെ കല്യാണത്തിൻ്റെ വേദി, അങ്ങനെ കുറേ സ്ഥലം അതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ. പക്ഷേ പാത്രത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഇപ്പോഴും 5 രൂപയൊക്കെ ഉണ്ട്. കാര്യം അവർക്ക് ഇടാൻ പറ്റാഞ്ഞിട്ടല്ല, അവർ പണ്ട് മുതൽ ഇട്ട് പഠിച്ചിരിക്കുന്ന സാധനമാണ്. തുട്ട് കയ്യിലില്ലാത്ത കൊണ്ടാണ് തുട്ടിടാത്തത്. കാര്യം കർത്താവിൻ്റെ കാര്യത്തിന് വരുമ്പോൾ ഞാൻ ധ്യാനകേന്ദ്രത്തിൻ്റെ കാര്യമല്ല പറയണത്, ഞാൻ ഇടവകപ്പള്ളിയുടെ കാര്യമാണ് പറയണത്. ഇവിടെ ഞങ്ങൾ സ്വസ്ത്രക്കാഴ്ച പോലും എടുക്കണില്ലല്ലോ, കണ്ടില്ലേ? ഞായറാഴ്ച പോലും ഇതിൻ്റെ ഇരട്ടി ആളാണ്, പക്ഷേ സ്വസ്ത്രക്കാഴ്ച എടുക്കത്തില്ല. എടുക്കാൻ വേണ്ടി ആത്മാവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയുന്ന സമയത്ത് പറയും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, ഞാൻ പറഞ്ഞതിൻ്റെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം.
ഞാൻ പറയുന്നതിൻ്റെ വിഷയം വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്. കർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സബ്ജക്റ്റ് അതാണ്. കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയുമെന്ന് പറഞ്ഞില്ലേ. എന്തുകൊണ്ടാണ് ചൊരിയാത്തത്? നിങ്ങളുടെ കൈ ഇങ്ങനെ കുറുകിയിരിക്കണം കൊണ്ടല്ലേ. അതാണ് സംഭവം വരണത്. അതുകൊണ്ട് വിശേഷവിധിയായി നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ രോഗി നമ്മൾ ഉടമ്പടി പ്രകാരം ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം നിങ്ങൾ ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കും. ആർക്കാണ് വസ്ത്രം കൊടുക്കണത് ശരിക്കും പറഞ്ഞാൽ? നമുക്ക് നാളെ കാലങ്ങളിൽ വന്ന് വല്ല സഹായം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നോക്കിയാണ് നമ്മൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യണത്. അത് നമുക്ക് നാളെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും. ഒന്നുമില്ലെങ്കിലേ ഇപ്പോൾ ഓൺലൈനിൽ കറണ്ട് ചാർജ് അടക്കാൻ എല്ലാവർക്കും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവളുടെ അടുത്ത് പൈസ കൊടുത്ത് വിട്ടാൽ അവൾ പോയി അടച്ചോളും. അപ്പോൾ അവൾക്ക് ഒരു സാരി ഇരിക്കട്ടെ. ഇങ്ങനെയുള്ള ഒരു, അതായത് നമ്മൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന സഹായമാണ് ആൾക്കാർ ചെയ്യണത്. ഇതൊന്നും അക്സെപ്റ്റബിൾ അല്ല. നമുക്ക് പ്രയോജനം ഉണ്ടാവരുതെന്ന് ഈശോ പറയണത്. അപ്പോൾ ഈശോ പറയും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയും. നമുക്ക് അത് ഈശോ പറയും പ്രതിഫലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്യാഷ് കഴിഞ്ഞാൽ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണതയുടെ ഭാഗമായിട്ട് ദൈവം അംഗീകരിക്കണില്ല എന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഇങ്ങോട്ട് കിട്ടരുത്, നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടരുത്. ഇങ്ങോട്ട് കിട്ടാത്ത എല്ലാത്തിനും എന്താ ഈശോ പറയണത്? ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞില്ലേ. നിത്യതയിൽ നമുക്ക് ലഭിക്കാനുള്ള കാരണങ്ങളെല്ലാം ഇത് സ്വരുക്കൂട്ടലാണ്. ആ നിത്യതയെക്കുറിച്ച് ബോധമുള്ളവരാണ് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾ ചെയ്യണത്. തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾ ചില ആൾക്കാർക്കറിയാം. അതായത് അവർക്കിനി ആ കടം കൊടുത്തതാണ്, നമുക്ക് കുറച്ച് പലിശക്ക് അവർ തന്നതാണ്, ഇനിയിപ്പോൾ അവർക്ക് കിട്ടാനുള്ളൊരു മാർഗ്ഗവുമില്ല. വീട് സ്ഥലം വിൽക്കണം അവർക്ക്. വിറ്റാൽ പിന്നെ അതുങ്ങൾ വെള്ളത്തിലാവും. അപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളവ് ചെയ്ത് കൊടുക്കാം, കടം വേണമെങ്കിൽ ഇളവ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ മാനസികാവസ്ഥ ഉണ്ടാവണം. എന്താ കാര്യം? അത് അവർ നമുക്ക് തിരിച്ചു തരണം നിർബന്ധമില്ല, പക്ഷെ ദൈവം നമുക്ക് തിരിച്ചു തരും. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായത്തിലെ ഈ നല്ല സമരിയക്കാരൻ്റെ കഥ പറയത്തില്ലേ? നല്ല സമരിയക്കാരൻ്റെ കഥ പറയുമ്പോൾ ആ ഉപമ പറയുമ്പോൾ അയാളെ സത്യത്തിൽ കൊണ്ടുപോയി പരിചരിക്കുന്നുണ്ട് നല്ല സമരിയക്കാരൻ, ആ മുറിവേറ്റ മനുഷ്യനെ. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണത്? ഇവൻ്റെ കാര്യത്തിൽ അടുത്ത ദിവസം 10:35 വിശുദ്ധ ലൂക്കാസ് വിശേഷം, അടുത്ത ദിവസം അവൻ സത്രന സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഉടമ്പടി അതാണ് ചെയ്യണത്. ഉടമ്പടിയിൽ എന്താണ് ചെയ്യണത്? അവൻ്റെ കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ, അവനായാലും അവളായാലും. മുറിവേറ്റവനും കിടന്നു പോയവനും സാമ്പത്തികമായി തകർന്നു പോയവനും കടങ്ങേറി മുടിഞ്ഞവനും രോഗം വന്ന് അങ്കലാപ്പിലായി പോയവനും അവൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. അതാണ് ഉടമ്പടി ചെയ്യണത്. അവൻ പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്യണത്. എന്താ പറയണത്? അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഞാനെന്ന് പറയുന്നത് ആരാണ് അതിൻ്റെ അകത്ത്? ഈ 10:35 ഞാൻ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു എങ്ങോട്ട് പോവുകയാണ്? അവൻ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഇത് ഈ അവൻ്റെ യാത്രാമധ്യേ പറയണ കാര്യമാണ്. അവൻ എപ്പോഴാണ് ഈ RSC ബൈബിളില്ലേ, നല്ല രസമാണ്. ഞാൻ അത് ഇംഗ്ലീഷ് ബൈബിൾ, അതാണ് ഞാൻ ഫോളോ ചെയ്യണത്. അപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത് ജീസസ് സെറ്റ് ഹിസ് ഫേസ് ടു ഗോ ടു ജെറുസലേം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജെറുസലേമിലേക്ക് തിരിഞ്ഞു എന്ന്. ജെറുസലേമിലേക്ക് തിരിഞ്ഞു 9:52 വചനമാണ്. ലൂക്ക 9:50. POC പറഞ്ഞിരിക്കുന്നത് അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു എന്നാണ്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ പറയണത് സെറ്റ് ഹിസ് ഫേസ് എന്നാണ്. അത് അടിപൊളിയാണ്, ഭാവാത്മകമാണ്. ഈ സാങ്കേതിക തർജ്ജമക്കാരുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല. ദൈവത്തിൻ്റെ മനസ്സ് പോകും. അപ്പം ജീസസ് സെറ്റ് ഹിസ് ഫേസ്, അവൻ ജെറുസലേമിലേക്ക് തിരിഞ്ഞു എന്ന് വെച്ചാൽ അവൻ പിതാവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. ജെറുസലേം എന്താണെന്ന് നമുക്കറിയാം, പിതാവിൻ്റെ സന്നിധാനമാണ്. എൻ്റെ പിതാവിൻ്റെ ആലയം എന്നാണ് പറയണത്. അവൻ പിതാവിലേക്ക് തിരിഞ്ഞു. 9 തിരിഞ്ഞതാണ്. അതായത് ലൂക്ക 9:51-52 അവനെങ്കിലും തിരിയണത്. സെറ്റ് ഹിസ് ഫേസ് ടവേഴ്സ് ജെറുസലേം എന്ന് വെച്ചാൽ പിതാവിൻ്റെ നേരെ അവൻ തിരിഞ്ഞു എന്ന് അവൻ പറയണം. ഞാൻ ഇനി തിരിച്ചു വരും. രണ്ടാമത്തെ വരവാണ് അവൻ്റെ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ചിലവായി ആ വഴിയിലാണ് അവൻ. എന്തെങ്കിലും ചിലവായെങ്കിൽ എൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ തന്ന് വീട്ടിക്കൊള്ളാവുന്നു. അതാണ് ഈശോ പറയുന്നത്. അതായത് നിത്യതയിലെ, അതായത് നമ്മൾക്കിവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ട് നമ്മൾ ഇപ്പോൾ ചെല്ലു പറഞ്ഞില്ലേ, അച്ഛാ ഞാൻ ചെയ്യേണ്ടതല്ല ഇത്, അനുജൻ ചെയ്യേണ്ടതാണ്. അപ്പൻ്റെ ഓഹരിയെല്ലാം എണ്ണിപ്പറഞ്ഞ് മേടിച്ചിരിക്കുന്ന അനുജനും അനിയത്തിയും കൂടിയാണ്. എന്ത് ബഹളമായിരുന്നു ഇവിടെ. അവളൊക്കെ ഇപ്പോൾ അവിടെ പോയി ഫ്ലാറ്റ് വിട്ട് താമസിക്കുകയാണ്. അപ്പൻ്റെ ഓഹരിയും മേടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ അപ്പനെ നോക്കണത് ആരാണ്? ഞാനാണ്. അപ്പം നീ പെയ്തും പിറക്കും മോന്തം കയറ്റി ആണ് അപ്പനെ നോക്കണത്. അങ്ങനല്ല, നീ അപ്പനെ ഭംഗിയായിട്ട് നോക്കാൻ ഈശോ പറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാവുന്ന. ആര്? ഈശോ തിരിച്ചു വരുമ്പോഴേ. ഉടമ്പടി നിങ്ങളെ പൂർണ്ണനാക്കുന്നത് അങ്ങനെയാണ്. ചില സമയത്ത് നമ്മൾ സഹായിച്ചവർ ആയിരിക്കത്തില്ല നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ സഹായിക്കുന്നത് മുഴുവനും ചിലപ്പോൾ നമ്മളെ സഹായിച്ചവരായിരിക്കത്തില്ല. ചില അപ്പോൾ മുതിർന്നവർക്ക് വീട്ടിലുള്ള മുതിർന്നവർക്ക് സമയത്ത് പ്രഷറിൻ്റെ മരുന്നൊന്നും കൊടുക്കത്തില്ലല്ലോ. അവർക്ക് ചിലപ്പോൾ ഓർമ്മയില്ലാതിരിക്കുമ്പം മരുന്നെടുത്ത് കഴിക്കാൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകത്തില്ല. പക്ഷേ ഇവർക്ക് വീട്ടിൽ നിൽക്കുന്നവർക്ക് ഓർമ്മ ഉള്ളത് മരുന്നെടുത്ത് കൊടുക്കും. അവർ ബോധപൂർവം കൊടുക്കത്തില്ല. എന്നുവെച്ചാൽ പ്രഷർ കയറി ചാകട്ട, എത്രയും വേഗം കൊണ്ട് അടക്കിയ സമാധാനമാകുമല്ലോ, ആ കട്ടിൽ ഒഴിയുമല്ല എന്നായിരിക്കും അവരുടെ മനസ്സിരിക്കുന്നത്. ഈ ആൾ ഉടമ്പടി എടുത്താൽ എങ്ങനെ ഇരിക്കും? അതാണ് വിഷയം. അതായത് ഈ വീട്ടിൽ തന്നെയാണ് ഈ പ്രഷറിൻ്റെ മരുന്ന് മുതിർന്നവർക്ക് താമസിച്ച് പോകുമ്പോൾ അവിടെ ഉള്ളിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ചെയ്ത് ചാകണേ അത്രയും കുറച്ച് ഞാൻ നോക്കിയാൽ മതിയല്ല. ഇവൻ അനിയത്തിയും അനിയനൊക്കെ ആയിരുന്നല്ല ഇങ്ങനെയൊക്കെ വലിയ ആൾ. ഞാൻ കെട്ടി വന്ന കാലത്ത് എൻ്റെ മോന്തക്ക് പോലും നോക്കി എന്നെ പിടിക്കത്തില്ല, ഞാൻ ഭക്ഷണം കിടക്കണ പോലും പിടിക്കത്തില്ല. അവരെ പൊക്കിക്കൊണ്ട് അടക്കിയിരുന്നു. ഇപ്പോൾ അവരിട്ടച്ചും പോയില്ലേ. ഇപ്പോൾ എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉടമ്പടി എടുത്തെങ്കിൽ ഈ മോന്തം കയറ്റി ചാകണ വരെ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെ മരുന്നൊന്നും കൊടുക്കാതെ ഇവരെ കൊല്ലാതെ ഇങ്ങനെ കൊല്ലും. അത് ഡീസൻ്റായിട്ട് നിങ്ങളൊരു കുടുംബങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ. ഒരിക്കൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത്, വെഞ്ചരിക്കഴിഞ്ഞ പറഞ്ഞതാണ്, 2 കൊലപാതകം നടന്ന വീടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ വല്ല കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. ഈ അച്ഛാ എന്ത് ഇങ്ങനെയൊക്കെ പറയണേ എന്ന്. സോറി, ഞാൻ തിരിച്ചെടുത്തിരിക്കണമെന്ന്. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സമയത്ത് മരുന്ന് കൊടുക്കാതെ തന്ത്രപൂർവ്വം കൊന്നിരിക്കുകയാണ്. അത് കൊലപാതകമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഈശോ. പണിയല്ലേ? നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് ചില ആൾക്കാർ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം കയ്യിരിപ്പ് കൊണ്ടാണ്. നമ്മൾക്ക് ഗുണമില്ലാത്ത, നമുക്ക് സഹായം തരാത്ത, നമുക്ക് ഭാവിയിലും ഒരു പ്രയോജനമില്ലാത്ത വിഷയങ്ങൾ ദൈവത്തിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള മാനസികാവസ്ഥ നീ ഉടമ്പടിയിലൂടെ ആർജിച്ചെടുക്കണം. ഉടമ്പടി അതിനു വേണ്ടി നിനക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട്. ഉടമ്പടി നിനക്ക് പൂർണ്ണയാകാനുള്ള ഒരു ദൈവത്തിൻ്റെ അവസരമാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നമ്മുടെ പാപക്ഷമ ഇല്ലേ? ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ അബദ്ധം വന്നിട്ടുണ്ടല്ലോ കർത്താവേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാനും അറിയാതെയാണല്ലോ ഇങ്ങനെയൊക്കെ മരുന്ന് താമസിച്ച് കൊടുത്തും ഭക്ഷണം താമസിച്ച് കൊടുത്തൊക്കെയുള്ള പല മരണങ്ങളും എൻ്റെ വീട്ടിൽ നടന്നത്. എനിക്ക് പോയി ശുശ്രൂഷിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഞാൻ മനഃപൂർവ്വം പറ്റുന്നതെന്ന് വേണ്ടെന്ന് വെച്ചു. ഞാൻ ആശുപത്രി പോയില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറ്റബോധങ്ങളൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ അതിനൊക്കെല്ലാം പരിഹാരമുണ്ട്. കാര്യം ഇനിയുള്ള സമയത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്താൽ മതി, പാപക്ഷമ ലഭിക്കും. നിങ്ങളുടെ പഴയകാല പാപങ്ങളില്ലേ ഇതുപോലെ നിങ്ങൾ അവഗണിച്ച് കളഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങളുണ്ട്, നിങ്ങൾ കുറ്റബോധമൊന്നും ഉണ്ടാകണ്ട. എക്സ്ട്രാ ചെയ്താൽ മതി, പാപക്ഷമ ലഭിക്കും. ഉടമ്പടിയുടെ ഒരു ഗുണമാണ് പാപക്ഷമ. അങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഈ ശെമയോൻ്റെ വിരുന്നുശാലയിൽ അതായത് നമ്മുടെ ലൂക്കാസ് വിശേഷമില്ലേ 7:47, അതായത് ശെമയോൻ്റെ വീട്ടിൽ ഈശോ വിരുന്നിന് വരുന്ന സമയത്ത് പാപിനിയായ സ്ത്രീ വരുന്നില്ലേ അല്ലേ? അവരെന്നാ ചെയ്യണത്? 300 ദിനാരയ്ക്കുള്ള നാർദൻ സുഗന്ധ തൈലം കൊണ്ട് കർത്താവിൻ്റെ ശിരസും പാദവും പൂശിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂഡാസ് പറയും, വൈ ദിസ് വേസ്റ്റ്? എന്താണ് ഈ വേസ്റ്റ്? എന്തിനാ ഇങ്ങനെ വേസ്റ്റ് ചെയ്യണം? പാവത്തങ്ങൾ കൊടുക്കാൻ പറ്റണില്ലേ ഇത് വിറ്റെന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്താ ഒരു വാക്കുണ്ട്, എന്താ പറയണത്? 40 അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? എന്തെന്നാൽ അവൾ അധികം സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് അധികം ദൈവത്തെ സ്നേഹിക്കുന്ന അനുസരിച്ച് കൊണ്ട്
അധികം നമ്മളോട് ദൈവം ക്ഷമിക്കും. അതാണ് അധികം. ഈ അധികം എക്സ്ട്രായി വീണ്ടും കയറി വരികയാണ്. ഉടമ്പടി നിങ്ങളെക്കൊണ്ട് എക്സ്ട്രായാണ് എല്ലാം ചെയ്യിക്കണത്. ഞാൻ പിന്നെ 4 പുതുക്കിയിട്ട് മെസ്സേജ് എടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് വരുമ്പോൾ ഞാൻ പറയും 5 പുതുക്കിയിട്ട് വരാൻ പറയും. എന്താ കാര്യം? അവിടെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ മെസ്സേജ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും വർക്ക് ചെയ്യട്ടെന്ന് പറയും. ഞാൻ ഇവിടെ തന്നെ ഒന്ന് വിളിച്ച് പറയാം, നിങ്ങൾ ഒന്നുകൂടി പുതുക്കിയിട്ട് വരാൻ പറയും ഉടമ്പടി. എന്താ കാര്യം? ഈ എക്സ്ട്രായാണ്. പക്ഷേ ചെയ്യുമ്പോൾ ബോധം ഉണ്ടാകണം എന്തിനാണ് എക്സ്ട്രാ ചെയ്യിക്കണമെന്ന്. എന്താ ചെയ്യണത്? അതായത് ഇത് എല്ലാ പരിചരണങ്ങളും ശുശ്രൂഷകളും എല്ലാം, അല്ലെങ്കിൽ സുവിശേഷ പ്രചരണങ്ങളും എല്ലാം കർത്താവ് സുഗന്ധലേപനം പോലെ ശുശ്രൂഷയായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് പറയണത് 7:47 അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. അപ്പോൾ അധികം കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു പത്രം നിങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗിക്കൊരു വസ്ത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ പറയണം കർത്താവിനെ ഞാൻ സ്നേഹിക്കണമെന്ന് പറയണം. കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്യണത്. ആ വ്യക്തിയുമായിട്ടല്ല നമുക്ക് ബന്ധം, ഈശോയുമായിട്ടാണ് ബന്ധം. അങ്ങനെ അധികം സ്നേഹിച്ചാൽ എന്ത് പറ്റും? അധികം ക്ഷമിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങളിൽ എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടാകണ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലേ നിങ്ങളത് ഇരട്ടി ചെയ്താൽ മതി. അതിരട്ടി കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്താൽ മതി. ഇതിങ്ങനെയാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് വരണത്. കാരണം ഈ അധികം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാര്യം ഞാനൊരു ഇടവക വികാരിയാണ് അല്ലേ. എത്ര വർഷമായി ഇടവകയാണ്. കൊറോണ വരെ ഇരുന്നിട്ടുണ്ട്. കൊറോണ ഇരിക്കുമ്പോഴും ഇടവക ഇരിക്കുമ്പോഴും ഈ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, എക്സ്ട്രാ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വേണമെങ്കിൽ സുന്ദരമായ രീതിയിൽ പള്ളി കിടന്ന് ഉറങ്ങാം, ഒരു പ്രശ്നമില്ല. ഇന്നലെ ഈസ്റ്ററിനാണെങ്കിൽ പോലും ഇവിടെ ആരും ഇല്ലായിരുന്നു. എൻ്റെ ജോലി ഞാൻ ഭംഗി രാത്രി 9 മണി വരെ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും കർമ്മ നമസ്കാരം നടത്തുകയും വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുകയും ചെയ്ത് 6:30 മണി വരെ ചെയ്ത് എക്സ്ട്രായാണ് ഇതെല്ലാം ചെയ്യണത്. ഇത് എക്സ്ട്രാ എന്താ ഇങ്ങനെ ഓരോ കാര്യത്തെയും നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നതനുസരിച്ച് കർത്താവ് ഒരു ചോദ്യമേ ഉള്ളൂ, എക്സ്ട്രാ പറയാം. നമ്മളുടെ ഫയൽ കാണിക്കാൻ പറയുമ്പോൾ ഈശോ പറയാം എക്സ്ട്രാ കാണിക്കാൻ പറയും. സാധാരണ ഫയൽ ഈശോയ്ക്ക് ആവശ്യമില്ല. അതൊരു സംഭവമാണ്. സാധാരണ ഫയലിൻ്റെ ആവശ്യമില്ല. ഈശോ പറയും എക്സ്ട്രാ എടുക്കാൻ പറഞ്ഞ്, സ്പെഷ്യൽ ഫയൽ എടുക്കാൻ പറയും. സ്പെഷ്യൽ ഫയൽ ഒന്നുമില്ല, 0ആണ്. എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ഫയൽ 0ആണ്. ഇവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. എന്തുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ എക്സ്ട്രാ കൈവിട്ട് കളിക്കത്തില്ല. ശമയന് താക്കോൽ കൊടുക്കാൻ പീറ്ററിന് താക്കോൽ കൊടുക്കാൻ നേരത്തെ 21:15 പീറ്ററിന് താക്കോൽ കൊടുക്കാൻ നേരത്തെ വേറെ താക്കോൽ യോഹന്നാന് കിട്ടേണ്ടതായിരുന്നു. യോഹന്നാന് താക്കോൽ കിട്ടാൻ കാരണം എക്സ്ട്രാ ഇല്ലാഞ്ഞ കൊണ്ടാണ്. ഈ താക്കോൽ ഒടുക്കത്തത്താഴത്തിൻ്റെ സമയത്ത് ഈശോയുടെ നെഞ്ചത്ത് കിടക്കുന്ന ആരാണ്? യോഹന്നാനാണ്. ഈശോ താക്കോൽ കൊടുക്കുമ്പോൾ ആർക്ക് കിട്ടേണ്ടതാണ്? യവനും കിട്ടേണ്ടതാണ്. കാര്യം അവൻ നല്ല ഇൻവെസ്റ്റ്, എൻ്റെ വീട്ടിൽ നിന്ന് കുറേ പണം, വീടും സ്ഥലമൊക്കെ വിറ്റിട്ട് സലോമി കൊണ്ടുവന്ന് കർത്താവിനാണ് കൊടുത്തത്. യോഹന്നാൻ്റെ അമ്മയെ സലോമി. അങ്ങനെ അതല്ല പ്രശ്നം, അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഭൗതികമായി എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ വലുതാണ് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവിനെ സ്നേഹിക്കുന്നതും. അതായത് യോഹന്നാൻ 21:15 അവിടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശെമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശെമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? സ്പെഷ്യൽ ഫയൽ, അതാണ് സാധനം. ഇങ്ങനെ അധികം കയറി വരികയാണ്. ഇവരെക്കാൾ അധികമായി. യോഹന്നാൻ ഈശോയുടെ റിലേറ്റീവാണ്, നമുക്കറിയാമല്ലോ. ആ റിലേഷൻ ഒന്നും ഇവിടെ വിലപ്പോകത്തില്ല. യോഹന്നാൻ അതുപോലെ മറ്റേ യാക്കോബ്, യൂദാ തദേവൂസൊക്കെ ഈശോയുടെ റിലേറ്റീവ്സാണ്. ആ റിലേറ്റീവ്സായിട്ടൊരു കഥയൊന്നുമില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ബന്ധങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. എക്സ്ട്രായ്ക്കാണ് പ്രസക്തി. എക്സ്ട്രാ നിങ്ങൾ എന്താണ് ചെയ്യണത്? അതാണ് ചോദിക്കുന്നത്. നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇത് തന്നെയാണ് ആ പാപിനിയായ സ്ത്രീയോടും പറഞ്ഞത്. അവൾ അധികം സ്നേഹിച്ചു, അധികം ക്ഷമിച്ചു. ഇത് തന്നെയാണ് ആദ്യ സമയത്ത് നമ്മൾ കണ്ടത്. എക്സ്ട്രാ നിങ്ങൾ ഉടമ്പടി ഇങ്ങനെ അധികമായി ദൈവത്തെ സ്നേഹിക്കാനും പരിചരിക്കാനും സുവിശേഷം പ്രചരിപ്പിക്കാനുമുള്ള അവസരങ്ങളെ നിങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് സന്തോഷത്തോടെ ചെയ്യണം. അതിനിതിനെ സന്തോഷത്തോടെ ഒരു സംഭവം ചെയ്യണമെങ്കിൽ അതിൻ്റെ സാങ്കേതികമല്ല വേണ്ടത്, അഭിഷേകമാണ് വേണ്ടത്. അഭിഷേകം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റണത്. അല്ലെങ്കിൽ ചെയ്യും, നമ്മൾ ക്രിയ ഒപ്പിച്ച് കണക്കൊപ്പിച്ചൊക്കെ ചെയ്യും. അതല്ല, ഇത് എക്സ്ട്രാ എന്ന് പറയുന്നത് നമ്മൾ അഭിഷേകത്തോടെ ചെയ്യേണ്ടതാണ്.
പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാവരെക്കാൾ ഉപരിയായി എല്ലാവരെക്കാളും ഉപരിയായി അങ്ങയെ സ്നേഹിക്കാനും അങ്ങയെ സ്നേഹിക്കുവാനും പ്രേക്ഷിതനാകാനും പ്രേക്ഷിതയാകാനും ഉടമ്പടിയിലൂടെ അധികമായി അങ്ങയെ ശുശ്രൂഷിക്കുവാനും അതുവഴി പാപക്ഷമ ലഭിക്കുവാനും കർത്താവേ എനിക്ക് അഭിഷേകം നൽകണമേ. അങ്ങയെ ശുശ്രൂഷിക്കുക വഴി പാപക്ഷമയം നിത്യതയും സർവോപരി മത്തായിയുടെ സുവിശേഷം 5:47 അനുസരിച്ചുകൊണ്ട് പൂർണ്ണത പ്രാപിക്കുവാനും ഉടമ്പടി എടുത്തിരിക്കുന്ന എന്നെ ദൈവസ്നേഹത്തോടെ പത്രോസിനെ പോലെ അങ്ങയെ അധികം സ്നേഹിച്ച അത് അനുവർത്തിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വലിയ വചന വെളിപാടുകൾക്ക്